ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു രസകരമായ ടോപ്പിക്ക് ഷെയർ ചെയ്യാനാണ് കേട്ടോ. പലരുടെയും സംശയമാണ് ഈ മോസ്കിറ്റോ കടിക്കുമ്പോൾ എങ്ങനെയാണ് രോഗങ്ങൾ പകരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് കൊതുക് നമ്മുടെ ശരീരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ആഴത്തിൽ ഇറക്കും അല്ലേ. ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ ബ്ലഡ് ഒറ്റയടിക്ക് കൊതുകിന് വലിച്ചു കുടിക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യും, കൊതുകിൻ്റെ ശരീരത്തിലുള്ള ഒരു ലായനി അതിൻ്റെ കൊമ്പ് വഴി നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ഭാഗത്തുള്ള ബ്ലഡുകളൊക്കെ വളരെ സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ആ ബ്ലഡാണ് കൊതുക് വലിച്ചു കുടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അസുഖം സ്പ്രെഡ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കൊതുകിൻ്റെ ശരീരത്തിലുള്ള ലായനി നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡായിട്ടാണ് അവർ ബ്ലഡ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓരോ അസുഖങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഡെങ്കു ഫീവർ വന്ന ഒരു വ്യക്തിനെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ആളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരാളെ കടിക്കുമ്പോൾ ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കൊതുകിൻ്റെ ശരീരത്തിൽ നിന്ന് ലായനി നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കൊതുക് ബ്ലഡ് വലിച്ചു കുടിക്കുന്നു. അങ്ങനെയാണ് ഡിസീസുകൾ സ്പ്രെഡ് ആവുന്നത്. പിന്നെ നമ്മൾ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ കാണാറില്ലേ, നമുക്ക് കുറച്ച് തടിച്ച് വരും അല്ലേ, നമ്മുടെ സ്കിന്നിലൊക്കെ കുറച്ചിങ്ങനെ തടിച്ച് വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ കൊതുകിൻ്റെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമുക്ക് ഒരു റിയാക്ഷൻ പോലെ ഉണ്ടാവും. അപ്പോഴാണ് അത്രയും ഭാഗത്ത് വീർക്കുന്നതും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും. ചിലർക്ക് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ വളരെ അലർജിക്കായിട്ട് ഉണ്ടാവാറുണ്ട്. കുറേ സ്പോട്ടുകളായിട്ട് ഇങ്ങനെ റെഡ് കളറിലൊക്കെ കാണാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഈ മേലെ പറഞ്ഞ കാരണങ്ങളാണ്. അപ്പോൾ പരമാവധി നമ്മൾ കൊതുകിൽ നിന്നും സംരക്ഷണം നേടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? കൊതുക് വളരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മന്ത്, ക്യൂലെക്സ് മോസ്കിറ്റോ, ചിക്കൻഗുനിയ, സിക്ക വൈറസ്, ഡെങ്കു ഫീവർ, ഈഡിസ് ഈജിപ്റ്റി മോസ്കിറ്റോ, മലേറിയ, അനോഫിലസ് മോസ്കിറ്റോ, ജപ്പാൻ ജ്വരം, രോഗാണുവാഹകരായ പലതരം കൊതുകുകൾ. അപ്പോൾ കൊതുക് കടിയിൽ നിന്നും സംരക്ഷണം നേടാനായിട്ട് വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ രാത്രിയാകുമ്പോഴേക്കും ജനലും വാതിലൊക്കെ ക്ലോസ് ചെയ്തിടുക. ഒരു 6 മണി, വൈകുന്നേരം ഒരു 6 മണി സമയമാകുമ്പോഴാണ് കൊതുകുകൾ കൂടുതലായിട്ട് കാണാറല്ലേ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ജനലും വാതിലൊക്കെ അടച്ചിടുക. അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിൽ വരെ കൊതുകുകൾ കടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത്രയും രോഗങ്ങളാണ് കൊതുകുകൾ പരത്തുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.